എഴുത്തുകാരനും സംവിധായകനുമായിരുന്ന കെ.പി. സുരേന്ദ്രൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി കടത്തനാട് റിസർച്ച് സെന്റർ ഏർപ്പെടുത്തിയ കെ.പി. സുരേന്ദ്രൻ മാസ്റ്റർ പുരസ്കാരത്തിന് രാജാറാം തൈപ്പള്ളിയെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി 6-ന് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിന് സമീപം നടക്കുന്ന ചടങ്ങിൽ വി.ടി. മുരളി സമ്മാനിക്കും. ഒഞ്ചിയം സ്വദേശിയും അധ്യാപകനും സാംസ്കാരിക പൊതുപ്രവർത്തകനുമായ രാജാറാം തൈപ്പള്ളിയുടെ മണ്ടോടിക്കണ്ണൻ സമരജീവിതം എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിന് അർഹമായത്. ഡോക്ടർ പി.കെ. സബിത്ത്, പ്രൊഫസർ ടി.വി. ശ്രീകുമാർ, ഡോക്ടർ ഷീന ജോസഫ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗം ഡോക്ടർ പി.കെ. സബിത്ത്, ജെ. നിതിൻ, ഡോക്ടർ പി.പി. ഷാജു, കെ.പി. ദിലു, അക്ഷയകുമാർ എന്നിവർ പങ്കെടുത്തു. കടത്തനാട് റിസർച്ച് സെന്റർ വടകര, അത് വെള്ളികുളങ്ങരയിലാണ് അതിന്റെ റഫറൻസ് ലൈബ്രറി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കടത്തനാട് റിസർച്ച് സെന്റർ കേരള കൾച്ചറൽ ഹെറിറ്റേജ് ഫോറം എന്നുള്ള ഒരു സംഘടന വേറെ തന്നെ സംസ്ഥാന തലത്തിലുള്ള സാംസ്കാരിക പൈതൃക പുരസ്കാരം നടത്തുന്നു, മറ്റ് പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നു. പക്ഷെ ഇതിന്റെ ആഭിമുഖ്യത്തിൽ കടത്തനാട് റിസർച്ച് സെന്ററിന്റെ ഒരു സഹയാത്രികൻ ആയിരുന്ന കെ.പി. സുരേന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം മടപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം ഒട്ടേറെ 30ഓളം നാടകങ്ങൾ എഴുതിയ, ഒട്ടേറെ നോവലുകളും ചെറുകഥകളും എഴുതിയ അദ്ദേഹം വലിയ താരപദവിയിൽ ഉയർത്തപ്പെട്ട എഴുത്തുകാരനല്ലെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആസ്വാദകരും ആരാധകരുമുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നോവലുകളെ കുറിച്ച് സി. രാധാകൃഷ്ണൻ അതുപോലെ വലിയ വലിയ എഴുത്തുകാരൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചെമ്പരത്തിയുടെ ഓർമ്മയ്ക്ക് എന്നുള്ളത് കേരളത്തിലെ ഒരു പരിസ്ഥിതി നോവലായിട്ട് വലിയ പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വലിയ തോതിൽ അറിയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഇത്തരത്തിലൊരു പുരസ്കാരം സംഘടിപ്പിച്ചത്. നവമാധ്യമങ്ങളിലൂടെയും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലൂടെയും പ്രാദേശിക തലങ്ങളിലുള്ള ചരിത്രം പശ്ചാത്തലമായുള്ള ജീവചരിത്രം ഗ്രന്ഥത്തിനാണ് നമ്മൾ പരിഗണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 17 പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് രാജാറാം മാഷിന്റെ പുസ്തകം. ഒരുപാട് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ സബാൾട്ടൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് കീഴാളപക്ഷ ചരിത്ര രചനയ്ക്ക് ഒരുപാട് കാലമായിട്ട് പ്രസക്തിയേറി വരുന്നുണ്ടെങ്കിലും അത്തരം രചനകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് എത്തുന്നത് വളരെ നാമമാത്രമായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രാജാറാം തൈപ്പള്ളി രചിച്ചിട്ടുള്ള മണ്ടോടി കണ്ണന്റെ സമര ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗ്രന്ഥം, ചരിത്ര ഗ്രന്ഥം എന്നതിനോടൊപ്പം തന്നെ അതൊരു ജീവചരിത്ര സംബന്ധിയായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതോടൊപ്പം തന്നെ കോളനിയാനന്തരം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകൂടം നിലനിൽക്കെ തന്നെ ഒരു വലിയ സമരം, ഒഞ്ചിയം രക്തസാക്ഷിത്വം